രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വിട്ട് പിന്നെ ചെമ്മണ്ണൂർ ഗ്രൂപ്പിൽ വന്നു. അപ്പൊ സാറ് ബോബി സാർ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് പറഞ്ഞായിരുന്നു സ്വർണത്തിന് 2004 എന്റെ പ്രായം നിങ്ങൾ ഊഹിക്കണ്ട, ചെറുപ്പക്കാരൻ. 2004 ഇതേപോലത്തെ ഒരു മൊമെന്റിൽ വെച്ചിട്ട് ബോബി സാർ പറഞ്ഞു, സാറേ നിങ്ങൾ ഇതേപോലെയുള്ള കുറെ ആളുകളുണ്ട്, 10-200 പേരുണ്ട്. അപ്പൊ പറഞ്ഞു നമുക്ക് സ്വർണത്തിന് വില കൂടുന്നുണ്ട്, അപ്പൊ എല്ലാവരുടെ അടുത്ത് കാശ് 100 രൂപയോ 200 രൂപയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% തരാം. ഞാനതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ട് സ്വർണം മേടിച്ചു വെക്കും. അത് കഴിയുമ്പോൾ സ്വർണത്തിന് ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ വില കൂടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കും തരാം എനിക്കും ഉണ്ടാവും. അപ്പൊ നല്ല പരിപാടിയാണ്, ഇന്റർനാഷണൽ ലെവലിലുള്ള സർവേ ആണ് പറയുന്നത്. ഇവിടെ ഞാൻ അവിടെ നിർത്തി പറഞ്ഞതല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ധൈര്യമായിട്ട് നിന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ആവേശത്തിൽ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളല്ലേ എല്ലാവരും പറഞ്ഞു പൊട്ടു, അതുകൊണ്ട് ഇല്ല. കുറച്ച് വീണ്ടും പറയാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഞാൻ 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ 5000 മുതൽ 7500 രൂപയൊക്കെ സ്വർണ്ണത്തിന് വിലയായി. അപ്പൊ നല്ല കളക്ഷനായി. കാരണം സ്വർണ്ണം ആയതുകൊണ്ട് എല്ലാവരും പൈസ ഇടും. കാരണം 100 രൂപ കളക്ഷൻ കൊടുക്കണ്ട. അപ്പൊ സാറ് 100 രൂപ ഇട്ടാൽ 100 രൂപ ഈ സാറിന്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. 2 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സാറിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇട്ട പൈസക്കുള്ള സ്വർണ്ണം പണിക്കൂലി ഇല്ലാണ്ട് എടുക്കാം. അപ്പൊ ആ രീതിയിലുള്ള സ്കീമാണ്. അപ്പൊ എനിക്ക് നഷ്ടമില്ല. 10% എന്ന് പറഞ്ഞാൽ സാറിന്റെ അടുത്ത് 100 രൂപ വെച്ച സ്പോട്ടിൽ 10 രൂപ എനിക്ക് കിട്ടി, അല്ലെ? 1000 രൂപ 100 രൂപ കിട്ടി. ഒരു ബുദ്ധിമുട്ടില്ല, ഈ പൈസ മേടിച്ചു കൊടുത്താൽ പോലെ. അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്ത് ഞാൻ ഇതെല്ലാം എടുത്ത് 2 ലക്ഷം രൂപ ഒക്കെ കളക്ഷൻ വരുന്ന രീതി വന്നു. അപ്പൊ നല്ല വരുമാനമുണ്ട്. പോക്കറ്റ് ഇഷ്ടം പോലെ സ്വർണ്ണ നാണയമൊക്കെ സാറ് സമ്മാനം തരും. അപ്പൊ എനിക്ക് ഈ കസ്റ്റമറെ പിടിച്ചിരുന്ന ടീച്ചറൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അങ്ങോട്ട് ഫ്രീ കൊടുക്കും. 1 ഗ്രാമിന്റെ ഒക്കെ അന്ന് തരുവായിരുന്നു, അത് ഈ വിലയിലുള്ളൂ. അപ്പൊ അങ്ങനെ വളരെ നന്നായി പോകുമ്പോഴാണ് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി വന്നിട്ട് എന്റെ അമ്മയെ ഉപദേശിച്ചത്, മോൻ ഈ കളക്ഷനൊക്കെ എടുത്തിട്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ കമ്പനി പൊട്ടിക്കഴിഞ്ഞാൽ അമ്മച്ചി നിങ്ങളുടെ വീട് സ്ഥലം എല്ലാ നാട്ടുകാരും കൊണ്ടുപോകും. അതുവരെ ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ അപ്പൊ അമ്മ എല്ലാ ദിവസവും വൈകുന്നേരം നീ എന്ത് കേട്ടിട്ടായി നടക്കുന്നത്, നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ, നീ ഇങ്ങനെയൊക്കെ എടുത്തു ആ ചേച്ചി പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാലോ. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു, വയസ്സാം കാലത്ത് ഞാൻ അമ്മേനെ വീട്ടിൽ ഇറക്കി വിടില്ല, നീ വേറെ കൂലിപ്പണിക്ക് പോകാനും വേണ്ടില്ല, ഇത് നിർത്താന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എല്ലാ സ്നേഹിതരായിട്ടുള്ള 2 വർഷം നമ്മൾ സ്ഥിരമായിട്ട് കർഷണം എടുക്കുന്ന ആളുകൾക്ക് കുടുംബ ബന്ധം പോലെ ഉണ്ടാവും. അവരോടൊക്കെ പറഞ്ഞ് എനിക്ക് വേറെ ദീപികയിൽ ജോലി കിട്ടി, ഞാൻ പോവുകയാണ്, ജോലിക്ക് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ കളക്ഷൻ്റെ പൈസയൊക്കെ കൊടുത്തു നിങ്ങൾക്ക് കിട്ടും, എന്തെങ്കിലും എന്നെ വിളിച്ചോന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്പർ മാറ്റാണ്ട് വെച്ചു. കാരണം ആ ചേച്ചിക്ക് എവിടെന്നെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയതാണെങ്കിലോ ഞാൻ എന്തെങ്കിലും പരിപാടിയൊക്കെ നിർത്തി വീട്ടിൽ പോകും. ഇപ്പൊ നമ്മള് ഞാൻ 2004 കേട്ടൊരു കാര്യം, എന്റെ അനുഭവം കേട്ടോ, കഥ കേട്ടതല്ല ഞാൻ. ഇപ്പൊ 2025 ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്, അല്ലേ? ഇപ്പൊ സ്വർണ്ണത്തിന് എത്രയല്ല 69,000 രൂപ. ഇത് എന്നാ ബോബി സാർ പറഞ്ഞത്? 2004 6,500 രൂപ വിലയുള്ളപ്പോ പറഞ്ഞല്ലേ. അന്ന് ഒരു പവൻ സ്വർണം മേടിച്ചു വെച്ചെങ്കിൽ ഇന്ന് അയാളുടെ അക്കൗണ്ടിൽ എത്ര രൂപ കിട്ടിയത്? 60,000 രൂപ കിട്ടൂലേ? ആ അമ്മച്ചി ഇപ്പോഴും വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് പോകുന്നത്. എന്റെ അമ്മ ഇപ്പോഴും ഉണ്ട്. ആ സാഹചര്യത്തിലാണ് പുതിയൊരു കൺസെപ്റ്റ് വേണ്ടത്. ബോബി സാർ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ പിന്നെ ഇനി ഒരു അമ്മച്ചി പറഞ്ഞാലോ അടുത്തുള്ള തങ്കച്ചൻ ചേട്ടനോ ബേബി ചേട്ടനോ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ള തീരുമാനം സ്വയം അനുഭവത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതേപോലെ അനുഭവം ഉണ്ടാകാൻ സാധ്യത, ഇതും കഴിഞ്ഞിട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക, ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുക. കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാറാൻ പറ്റും. ഇത്ര എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ആളുകൾ ഇവിടെ കൂടിയത് എന്റെ ഡയലോഗ് കേൾക്കാനൊന്നുമല്ല, അല്ലേ? എന്റെ മുടി നീട്ടി വളർത്തിയതൊന്നുമല്ല, ഇങ്ങനെ ആയിപ്പോയതാണ്. മുടി വെട്ടാൻ സമയം കിട്ടാത്ത കുറച്ച് നീട്ടി. അപ്പൊ പെണ്ണുങ്ങൾ കൊണ്ടെന്ത് ചെയ്തു, ഒരു ബ്യൂട്ടി പാർലർ കൊണ്ട് അത് വലിച്ചു നീട്ടി. അപ്പൊ 5000 രൂപ അതിന് ചെലവായി. അതുകൊണ്ട് എന്ത് ചെയ്തു, വെട്ടാനും പറ്റിയില്ല, വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ അങ്ങനെയായി. അപ്പോ എന്റെ ഡയലോഗ് കേൾക്കാനല്ല വന്നത്. ഇന്ന് ഇവിടെ ഞാനടക്കം ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അല്ലേ? എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിമാനം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ പ്രായം കഴിഞ്ഞു വന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ അവസരങ്ങളുള്ള ഒരാളാണ്. പക്ഷെ ഞാനത് കണ്ടെത്താൻ ആ പ്രായത്തിൽ വിട്ടുപോയി. 21ാമത്തെ വയസ്സിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സാധാരണ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു അവസരം കേട്ടു. അദ്ദേഹം ആ ജോലി രാജിവെച്ചിറങ്ങി ഈ കൺസെപ്റ്റ് ഏറ്റെടുത്തു. തുടക്കത്തില് എല്ലാവരും നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ പാർട്ട്ണറായി ചേരാൻ ആരും വന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഏകദേശം 96 ആളുകള് അദ്ദേഹം ബിസിനസ് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു പറഞ്ഞപ്പോ, നോ നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, ഈ കാര്യം കേൾക്കാൻ നമ്മളെ വിളിക്കണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തില് ഈ പ്ലാൻ പറഞ്ഞ ആളുകളിലുള്ള ഒരു വിശ്വാസം, ബോബി ചെമ്മണ്ണൂരിലുള്ള വിശ്വാസം, അതല്ലെങ്കിൽ ഈ സർവേയിൽ പറയുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ ബിസിനസ് ഏറ്റെടുത്തു. അങ്ങനെ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ട് ഇന്ന് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ
ഏറ്റവും ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഫിജി കാർഡിലെ ആദ്യത്തെ അച്ചീവറാണ്. ഏകദേശം ആദ്യത്തെ BMW അച്ചീവറാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുകൂടാതെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ നാട്ടില് BMW ബുള്ളറ്റ് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ കണ്ടതല്ലാണ്ട് ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല. ആ ബുള്ളറ്റ്, ആ സ്വപ്ന വാഹനം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഫിജിക്കാരോട് സാധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അച്ചീവറാണ് അദ്ദേഹം. കഴിഞ്ഞിട്ടില്ല. അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള നിരവധി ആളുകളെ ബിസിനസ് പഠിപ്പിച്ച് ഇച്ചിരി മുമ്പ് വന്ന സീതാമേഡം പറഞ്ഞു അല്ലേ, സാർ എടുത്ത ക്ലാസ് ആണ് എന്റെ മനസ്സ് തുറപ്പിച്ചത്, എനിക്ക് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ ധൈര്യം തന്നത് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രചോദനം കൊടുത്ത, അറിവ് നൽകിയ ഒരു വലിയ മഹാനായ ലീഡറാണ് അദ്ദേഹം അല്ലേ. നമുക്കറിയാൻ പറ്റും, സ്വാതന്ത്ര്യ സമര കാലത്തായാലും പോരാട്ടങ്ങളുടെ കാലത്തായാലും മുമ്പിൽ നിന്ന് നയിക്കുന്ന ആളുടെ ചങ്കുറ്റമാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു രാജ്യത്തോ ഒരു ജനതയ്ക്കോ സ്വാതന്ത്ര്യം നൽകുക എന്ന് പറഞ്ഞത്. കേരളത്തില് എനിക്കറിയാം, നമ്മളും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും, ഒരുപാട് ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. ഇന്നലെ ഒരു അമ്മയെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ആ അമ്മയുടെ മകന്, ഒരേ ഒരു മകനേ ഉള്ളൂ, അസുഖം ബാധിച്ചിരിക്കുക. 50,000 രൂപ കിട്ടിയ സാറേ എന്റെ കൊച്ചിനെ എനിക്ക് ചികിത്സിക്കാൻ പറ്റും, പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടായി. അതുപോലെയുള്ള ഒരുപാട് അമ്മമാരുടെ വേദന മാറ്റിയ, ഒരുപാട് ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകിയ ഫിജി കാർഡിലൂടെ എനിക്ക് തോന്നുന്നു ഇതുവരെ 5.5 കോടി രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നപ്പോ അതുപോലെ ഒരുപാട് ആളുകൾക്ക് പ്രചോദനവും പ്രതീക്ഷയായി മാറിയിട്ടുള്ള നമ്മുടെ യങ്ങസ്റ്റ് ബിസിനസ് മാൻ എന്ന് വേണേ പറയാൻ പറ്റും. ഇത് കിങ് ഓഫ് ഫിജി കാർഡ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലീഡറെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. Please welcome Master Said Team Manager Fiji Card.com. Atul Master, please welcome. ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. പേര് പരിചയപ്പെടുത്തി, അതുൽനാഥാണ്. സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലെ ചെറുത്താൻ എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലാണ് ഫിജിക്കാരനെ കോൺസെൻട്രേറ്റ് അസോസിയേറ്റ് ചെയ്യുന്നു. നീണ്ട 6 വർഷക്കാലമായി. 2019 നിങ്ങൾ ഇന്നിരിക്കുന്ന പോലെ ഇത്ര വലിയൊരു ഹാളിൽ ഇരുന്നിട്ട് വളരെ വിശദമായിട്ട് കേട്ട് മനസ്സിലാക്കി വന്നൊരു പ്ലാറ്റ്ഫോം അല്ല എന്നെ സംബന്ധിച്ച് ഫിജിക്കാരൻ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തുള്ള കോൺസെപ്റ്റാണ് ഫിജിക്കാരൻ. ഞാൻ ഈ ഹാളിലേക്ക് കടന്നു വരുന്നതിന്റെ കുറച്ച് മുമ്പ് ഈ ഫ്രണ്ടിന്റെ ഡെസ്കിൽ ഇരിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ് മുമ്പ് എനിക്ക് തോന്നുന്നു ഇവിടെ ഏതൊരു ലീഡറുടെ എക്സ്പീരിയൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തോന്നുന്നു 3 പയ്യന്മാർ വന്നിരുന്നു ഈ ഹാളിലേക്ക്. ഒരു 1/2 hour മുമ്പ് വന്നാണ്, പക്ഷെ ഒരു 10 മിനിറ്റ് മുമ്പ് പോയി. ഇറങ്ങി പോകുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇതൊന്നും നമുക്ക് പറ്റുള്ളൂ, ഇതൊന്നും നമ്മളെ കൊണ്ടാവുന്നില്ല, ഇതൊന്നും ആളെ കാലുപിടിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, ആളെ പിടിക്കാൻ എന്നോട് പറ്റില്ല, പറഞ്ഞ് ഇറങ്ങി പോകുന്നതാണ്. ഞാൻ വളരെ അതിൽ ഒരു പയ്യനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറ്റേ 2 പേരും ഇത് മൂടി കേട്ടോണ്ടാ പോകുന്നത് കൂടെ. ഞാൻ അവരെ ഈ ഫ്രണ്ട് ഡോറിലെ വന്നിട്ട് അവർ നടന്നു പോകുന്ന ഞാൻ നോക്കിയിരുന്നു. 2 പേര് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ 2019 ഈ പ്ലാങ്ക് ആയിട്ട് ഒരു കാലഘട്ടത്തെ പറ്റി എനിക്ക് ഓർമ്മ തോന്നുന്നു. കാരണം 2019 ഞാൻ ഈ പ്ലാങ്ക് ആക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമായിരുന്നു, സുരേഷ് അവന്മാർ പറഞ്ഞിപ്പോ ഇറങ്ങിപ്പോയി. എന്റെ ഉള്ളിൽ നിന്ന് തോന്നിയിരുന്നു ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ പോസിബിൾ ആണോ എന്നൊക്കെ തോന്നിയിരുന്നു. ഞാൻ പ്രത്യേകിച്ച് അധികം ഒന്നും ചിന്തിക്കാൻ പോയില്ല. 2 കാര്യങ്ങൾ എന്റെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഒന്ന്, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്. സോ എന്നെ പറ്റിച്ചിട്ട് അയാൾക്ക് ഒന്നും കിട്ടാനില്ല. അതായിരുന്നു എന്റെ ആദ്യത്തെ പ്രശ്നം. എന്നെ പറ്റിച്ച് അയാൾക്ക് ഒന്നും കിട്ടാനില്ല. ഞാൻ അയാൾ പറഞ്ഞ പ്ലാൻ കേട്ട് ഈ കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് പ്രത്യേകിച്ച് എന്നെ പറ്റിച്ച, ഞാൻ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിട്ടായിരുന്നു. 2ാമത്തെ കാര്യം, ഈ കമ്പനിയുടെ ചെയർമാന്റെ പേര് ബോബി ചെമ്മണ്ണൂർ എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ ചിന്തിച്ചതിന്റെ 10 ഇരട്ടി ചിന്തിച്ചിട്ടായിരിക്കും അയാൾ ഇത്ര ഒരു കമ്പനി ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടാണ്. സോ എന്നെ സംബന്ധിച്ച് അന്ന് 21 വയസ്സുകാരന്റെ മൈൻഡിൽ പ്രത്യേകിച്ച് വല്ലാതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് സ്റ്റാർട്ട് ചെയ്യും. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഈ പൈമാനത്ത് പറഞ്ഞു പോയിന്നാണല്ലോ. അവരെന്തുകൊണ്ട് പറഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇതിനു മുമ്പ് ഒരു മേഖലയും പണിയെടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ജീവിതത്തിൽ വേറെ ഒരു മേഖലയും പണിയെടുത്ത് നോക്കിയിട്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ കസ്റ്റമർ ഇഗ്നോർ ചെയ്യേണ്ടാത്ത എന്ത് ബിസിനസ്സാണ്, എന്ത് ജോബാണ്? നിങ്ങൾ രാവിലെ മാനന്തവാടിക്ക് വരുന്ന സമയത്ത് ബസ്സിലെ കണ്ടക്ടറും ക്ലീനറും നിങ്ങൾ എന്ത് പറഞ്ഞ് വിളിച്ച് കയറ്റിക്കൊണ്ടിരുന്ന സ്റ്റാൻഡിൽ മാനന്തവാടി 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 ആളെന്താ ചോദിച്ചാൽ വിളിച്ച് കയറ്റിക്കൊണ്ടിരുന്നത്? ആണൊന്നുമില്ലല്ലോ. അവരാളെ പിടിക്കുന്നല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്, ശരിയല്ലേ? നിങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചാൽ വന്നെങ്കിൽ ഓട്ടോക്കാരൻ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? എവിടെ കൊണ്ട് മാനന്തവാടി വേണം, എവിടെ ബ്രഹ്മഗിരിയിലേക്ക് ഞാൻ കൊണ്ടാക്കണം, റൈറ്റ്? ഒരു കുപ്പി വെള്ളം വെക്കുന്ന ആൾ പോലും 20 രൂപ 15 രൂപ വിറ്റോണ്ടിരിക്കുന്നു. കസ്റ്റമറെ മാടി വിളിക്കാത്ത ഒരു ബിസിനസ് സ്ട്രക്ചറും ലോകത്തില്ല. കസ്റ്റമർ എത്തപ്പെടാത്ത ഒരു കച്ചവടവും ലോകത്തില്ല. ആ വസ്തുത ആദ്യം മനസ്സിലാക്കണം. പിന്നെ അവരെന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ലൈഫിൽ എല്ലാവർക്കും വലിയ ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണ്, ശരിയല്ലേ? എല്ലാവരും വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ്, എല്ലാവരും വലിയ ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണ്. പക്ഷെ ലൈഫിൽ വളരെ കുറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ സക്സസ് ആവുന്നത് കാണാറുള്ളൂ. എന്തുകൊണ്ടറിയും? പണി എടുക്കേണ്ട സ്ഥലത്ത് എടുക്കുക എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് ദുബായ് കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്, നിങ്ങൾക്ക് തായ്ലൻഡ് കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്, നിങ്ങൾക്ക് അമേരിക്ക കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ട്രെയിനില്ല, കോഴിക്കോട് പോയിട്ട് ട്രെയിൻ കയറാനാണ് നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ആ വണ്ടി അവിടെ എത്തില്ല എന്നൊക്കെ ഉറപ്പാണ്. എന്നാലും നിങ്ങൾ ചുമ്മാ കയറിക്കും കാശ്മീർ വരെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ പോരെ. ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ സക്സസ് ആവാത്തതിന്റെ ഏറ്റവും വലിയ റീസൺ അതാണ്. കയറിയിരിക്കുന്ന വണ്ടി ശരിയാണ്, കയറിയിരിക്കുന്ന വണ്ടി ശരിയാണോ എന്ന് പരിശോധിക്കുക പോലും ചെയ്യില്ല. നിങ്ങളൊരു 30,000 രൂപയ്ക്ക് ജോബ് എടുക്കുന്ന ആളെന്ന് വിചാരിച്ചോളൂ, ചുമ്മാ വിചാരിച്ചോളൂ. നിങ്ങളുടെ ആവറേജ് ഇൻകം 30,000 രൂപയാണ്. നിങ്ങൾക്ക് എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഒരു മാസം 10,000 രൂപ സേവിങ്സിലേക്ക് മാറ്റി വെക്കാനുണ്ടാവും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും പോസിബിൾ അല്ല. സപ്പോസ് അങ്ങനെ മാറ്റി വെക്കാനുണ്ടെന്ന് നിങ്ങൾ വെറുതെ വിചാരിച്ചോളൂ. 10,000 രൂപ വെച്ചിട്ട് ഒരു മാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ, 6 മാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ 60,000 രൂപ, ഒരു വർഷം മാറ്റി വെച്ച് കഴിഞ്ഞാൽ 1,20,000 രൂപ. ഈ പൈസ നിങ്ങൾ ഒന്നും എടുക്കരുത്. 10,000 രൂപ വെച്ച് എല്ലാ മാസം നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേ ഇരുന്നോളൂ. 10 വർഷം കഴിഞ്ഞാൽ 12 ലക്ഷം രൂപ ഉണ്ടാവും. 30 വർഷം കഴിഞ്ഞാൽ 36 ലക്ഷം രൂപ ഉണ്ടാവും, ശരിയല്ലേ? 36 ലക്ഷം രൂപയ്ക്ക് 30 വർഷത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു 10 സെന്റ് സ്ഥലം വയനാട്ടിൽ വാങ്ങിയിട്ട് തോന്നുന്നു. ആഫ്റ്റർ 30 years ഉണ്ടോ? ഈ റിയാലിറ്റിനെ മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ കണ്ടു. മൈ ഡിയർ ഫ്രണ്ട്സ്, ജോബ് കൊണ്ട് ലൈഫിൽ സക്സസ് ആയ ഒരു മനുഷ്യന് ഇത് കാണിച്ചാൽ സാധിക്കില്ല. ലൈഫിൽ എക്സ്ട്രീം ലെവൽ സ്വപ്നങ്ങളെ നേടിയെടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരവരുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. കുറച്ച് മുമ്പ് ഇവർ പറഞ്ഞില്ല, ഞാൻ ഇതൊന്നാണ് ഇന്നെ കൊണ്ടാവില്ല, ആളൊഴിച്ചോണ്ട് ഇതിനൊന്നും പറ്റില്ല, ഇതിനൊന്നും വേണ്ടി പണിയെടുക്കാൻ എന്നോട് പറ്റില്ല എന്ന്. അതേ ആളുകൾ നാളെ 15,000 രൂപയ്ക്ക് സാലറി കിട്ടി കഴിഞ്ഞാൽ പഠിക്കും. അവിടെ അവർക്ക് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പണിയെടുക്കാൻ യാതൊരു മടി ഉണ്ടാവില്ല. ശനി ഞാൻ അവർക്ക് ലീവ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പണിയെടുക്കാൻ യാതൊരു മടി ഉണ്ടാവില്ല. 15,000 രൂപയിൽ അവരുടെ ലൈഫ് ഒതുങ്ങി പോകുമെന്നും പിന്നീട് ഒരിക്കലും അതിന്റെ പുറത്തേക്ക് ലോകത്തിന് സ്വപ്നം കാണാൻ പോലും പറ്റുമെന്നും അവർ വിശ്വസിക്കുന്നില്ല. ഞാൻ 2019 21 വയസ്സിലാണ് ഫിജിക്കാരുടെ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. എനിക്കറിയാം ലൈഫിന്റെ വലിയ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു സമയ കാലഘട്ടത്തിലൊന്നല്ല ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോൺസെപ്റ്റുമായിട്ട് എന്റെ നാട്ടിലേക്ക്, എന്റെ നാട്ടുകാരുടെ ഇടയിലേക്ക്, എന്റെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക്, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ ഇടയിലൊക്കെ ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു തരം റിപ്ലൈസും പോസിറ്റീവ് ആയിരുന്നു. എന്റെ ജീവിതത്തിൽ ആകെ കിട്ടിയ ഭാഗ്യം എനിക്കതാണ്. ഞാൻ ഫിജിക്കാരുടെ കോൺസെപ്റ്റ് പറയാൻ ഇറങ്ങുന്നത്, ഞാൻ പണ്ട് കാറ്ററിങ്ങിന് പോയിട്ട് ആ പൈസ കൂട്ടിവെച്ചു ലോൺ എടുത്ത് വാങ്ങിക്കൊണ്ടിരുന്നൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ, ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. ഇതുകൊണ്ട് ഞാൻ പണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞ സമയത്ത് ഭയങ്കര പുച്ഛായിരുന്നു ആളുകൾക്ക്. ചിലപ്പോൾ കുറച്ചു മുമ്പ് ഞാനത് പറഞ്ഞേ എന്ത് ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഒരു ദിവസം 30,000 രൂപ, മാസം 9 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഞാൻ 21 വയസ്സിൽ ആ പ്രായത്തിനെ മെച്ചൂരിറ്റി കൊണ്ട് ഫീൽഡിൽ കയറുന്ന സമയത്ത് എന്നോട് ഒരുപാട് ആളുകൾ ഇതേ പുച്ഛഭാഗത്തോടെ നോക്കിയിരുന്നു. ഇവനാണോ രക്ഷപ്പെടാൻ പോകുന്നത്, ഇവനാണോ കാണിക്കാൻ പോകുന്നത്, ഒരുപാട് ആളുകൾ നോക്കി പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ പ്ലാൻ പറഞ്ഞ എന്റെ ഒരു 10-90 ആളെന്റെ മുഖത്തും ഗ്രേറ്റ് പറഞ്ഞു. ഞാൻ എന്റെ കൂടെ വെക്കും, വിശ്വസിക്കും, എന്റെ ഉറപ്പായിട്ടും എന്റെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്ന വിചാരിച്ച 90 ആളെന്റെ മുഖത്തും ഗ്രേറ്റ് പറഞ്ഞു. പക്ഷെ അതൊരു ലൈഫിൽ ഭയങ്കര സന്തോഷം നൽകുന്ന നിമിഷമായിരുന്നു. കാരണം നമ്മൾ സക്സസ് ആകുമ്പോൾ കൈയടിക്കാനും വേണ്ടേ, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എൻജോയ്മെന്റ്. ആ
ഒറ്റ മൈൻഡ് സെറ്റിൽ ഇറങ്ങിയതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റേഴ്സിലായിരുന്നു രാഹുൽ ദ്രാവിഡ്. അയാൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 610 ഇന്നിങ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. 50 റൺസ് പോലും ഫിനിഷ് ചെയ്യാതെ 410 കളികൾ തിരിച്ചു കയറിയിട്ടുണ്ട്. 610 കളി ഇന്ത്യക്ക് വേണ്ടി കളിച്ചതിൽ 410ലും 50 റൺസ് പോലും ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷെ റിസ്ക് എടുത്ത് അയാൾ ഫീൽഡിലേക്ക് ഇറങ്ങാൻ തയ്യാറായിരുന്നു. 2019 ഇത്രയും നെഗറ്റിവിറ്റി സമയത്തും ഒന്നും ക്രോസ് ചെയ്യാൻ പറ്റൂല്ല എന്ന് അറിയാണ്ട് പോലും 21ാം വയസ്സിൽ ഒരു ഡിസിഷൻ എടുത്തു. അന്നൊരു തൊഴിഞ്ഞ ബുള്ളറ്റും കൊണ്ട് ഫീൽഡിൽ ഇറങ്ങിയ എന്നെ സംബന്ധിച്ചിട്ട് ഇന്ന് അതേ നാട്ടിലൂടെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതൊന്നും നടക്കില്ല. അതിലെ ഡെയിലി 30,000 മാസം 9 ലക്ഷം കിട്ടില്ല പറഞ്ഞ ആളുകൾ മുമ്പിലൂടെ ഇന്ന് സഞ്ചരിക്കുന്ന ഒരു 56 ലക്ഷം രൂപ BMW ലൈഫിന്റെ ചേഞ്ച് വരും മൈ ഫ്രണ്ട്സ്. നിങ്ങൾ കാണുന്നതല്ല ലോകം. നിങ്ങൾ ഇന്ന് കയറിയിരിക്കുന്ന വാഹനവുമല്ല നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്നത്. ചേഞ്ച് യുവർ വെഹിക്കിൾ. നിങ്ങൾ കയറിയിരിക്കുന്ന വാഹനത്തിൽ നിന്നും ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ലൈഫിൽ ആദ്യം സാധിക്കണം. അവിടുന്ന് സക്സസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതർവൈസ് നത്തിങ് വിൽ ബി ഗോയിങ് ടു ഹാപ്പൻ. ജീവിതത്തിൽ ഒന്നും മാറാൻ പോകുന്നില്ല. നിങ്ങൾ 10,000 രൂപയുടെയും 15,000 രൂപയുടെയും 20,000 രൂപയുടെയും എന്തിന് 50,000 രൂപ മാസം സാലറി ഉള്ളവർ പോലും ജീവിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നാട്ടിൽ. ആ സാഹചര്യത്തിലാണ് നമ്മൾ അതിന്റെ മുകളിലെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്തത്. ഞാൻ മുമ്പ് ഒരു ദിവസം മാനന്തവാടിക്ക് വരുന്ന സമയത്ത് വൈദ്യുതി വെച്ചിട്ട് എന്റെ ഒരു 4 പയ്യന്മാർ വണ്ടി കൈയടിച്ചു. എന്റെ BMW വരുന്ന സമയത്ത് കൈയടിച്ചു. ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയിൽ ഞാൻ വണ്ടി നിർത്തി കൊടുത്തു. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കും കൈമാറ വൈദ്യുതി കയറി വരുന്ന അവിടെയുള്ള ഹോട്ടൽ മാനേജ്മെന്റ് സ്കൂളുണ്ട്, അവിടെ പഠിക്കുന്നത്. വണ്ടി കയറി അതിന് ഫ്രണ്ടിൽ നിന്ന് വൈകിനോട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷയിലിട്ട് വണ്ടി നിർത്തുന്നു. ഞാൻ പറഞ്ഞ മോനെ എന്തോടാ വണ്ടി നിർത്തിയാൽ ചോദിച്ചു. ഇല്ലേട്ടാ മനസ്സിലായില്ല. 1/2 കോടിയുടെ വണ്ടിക്ക് കൈ കാണിക്കാൻ ഒരു ഗഡ്സ് കാണിച്ചല്ലോ, അതിന് നിർത്തിയാൽ 1/2 കോടി രൂപയുടെ വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കാനുള്ള ഒരു ഗഡ്സ് കാണിച്ചില്ലേ. ഞാൻ നമ്പർ കൊടുത്തു. എന്റെ ലൈഫിൽ എന്തെങ്കിലും ഈ പഠിക്കുന്ന മേഖല ഞാനൊന്നും പറയില്ല വേണ്ടിയിട്ട് ഇൻ കേസ് എനിക്ക് സക്സസ് ആവുന്നില്ല, ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ഇതിൽ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് ഞാൻ പഠിച്ച മേഖലയോട് എത്തില്ല എന്ന് തോന്നുന്നെങ്കിൽ യാതൊരു മടിയും വേണ്ട. വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയും ഇത്രയും പഠിച്ചതല്ലേ, ഇനി എന്തിനാ വേറൊരു മേഖല നോക്കി പോകുന്നത്, അതിൽ തന്നെ എങ്ങനെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്ക്. നെവർ മൈൻഡ്. അതിലൊന്നും മൈൻഡ് ചെയ്ത് പറയാം. എന്തെങ്കിലും സക്സസ് ആവുന്നില്ല, ഞാൻ എന്റെ കാർഡ് കൊടുത്തോളൂ, എന്റെ നമ്പർ വിളിച്ചോളൂ. വേണ്ടി എനിക്ക് എന്തെങ്കിലും ലൈഫിൽ ചേഞ്ചസ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നു. അത് ഞാൻ അയാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച ഓപ്പർച്യൂണിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ. Fujica.com എന്ന കമ്പനി മാത്രമാണ്. കാരണം ലൈഫിൽ ആദ്യം വേണ്ടത് ആംബിയർ. ഞാൻ എത്ര വിശ്വസിക്കുന്നു കേട്ടോ. എന്റെ 11 വയസ്സിൽ ഞാൻ ഇമാരി ഗഡ്സൊക്കെ ഇറങ്ങി ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്ന് ഏകദേശം 6 വർഷക്കാലം കഴിഞ്ഞു. 6 വർഷക്കാലം മുമ്പ് എന്തുകൊണ്ട് ലൈഫിൽ ഇന്ന് സക്സസ് ആയി ഈ ഇത്രയും വലിയ വലുപ്പത്തിലേക്ക് ഈ കോൺസെപ്റ്റിൽ എത്തിയെന്ന് ചോദിച്ചാൽ എത്രയേ ഉള്ളൂ. അന്നൊരു ചങ്കൂറ്റം കാണിച്ചു. എനിക്ക് ലൈഫിൽ അങ്ങനെ ചങ്കൂറ്റം കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഞാൻ ചങ്കൂറ്റം കാണിക്കുന്നവരുടെ ഞാൻ അവർക്ക് വേണ്ടിയുള്ള എന്ത് കോൺഫിഡൻസ് ആയിട്ട് ലൈഫ് ഞാൻ പാസ് കൊടുക്കാറുണ്ട്. കാരണം അങ്ങനെയുള്ള ലൈഫിൽ സക്സസ് ആവുള്ളൂ. ജീവിതത്തിൽ നമുക്ക് ചെറിയ ആഗ്രഹങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇപ്പൊ കേട്ട പ്ലാറ്റ്ഫോമിന് പ്രത്യേകത ഉണ്ട്. Fujica ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്വപ്നം കാണുന്നവർക്ക് ലോകമല്ല. 10,000 രൂപ 20,000 രൂപ കയ്യിൽ കയറാൻ വേണ്ടിയിട്ട് മാത്രം സ്വപ്നം കാണുന്ന അങ്ങനെയുള്ള ആളുകൾ ലോകമല്ല. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ്. കാണാണെങ്കിൽ ലൈഫിന്റെ എക്സ്ട്രീം കാണും. ഡെയിലി 30,000 മാസം 9 ലക്ഷം എന്ന് പറയുന്നത് വലിയ നടക്കാത്ത സ്വപ്നങ്ങളായിട്ട് തോന്നും സാധാരണക്കാരെ സംബന്ധിച്ചിട്ട്. അതാണ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത. ഇത് സാധാരണക്കാരൻ ചെയ്യുന്ന ലോകമല്ല, ഇത് അസാധാരണക്കാരൻ ചെയ്യുന്ന ലോകം. ഞാൻ പണ്ട് എന്റെ അച്ഛനോടും അമ്മയോടും ഞാനിത് പറഞ്ഞ സമയത്ത് അവർ പോലും വിശ്വസിച്ചില്ല തന്നെ. കാരണം 21 വയസ്സാണ്ട് വായന വീണ വീടിന് അവർ അന്ന് വില കൊടുക്കില്ല. എന്റെ അച്ഛനോട് ഒരുപാട് നിർബന്ധിച്ചു അന്ന് വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി. എങ്ങനെയെങ്കിലും കയറ്റി വിടുക, ഒരു ഇവിടെ കിടന്നിട്ട് നശിക്കും, എവിടെ പോയി രക്ഷപ്പെട്ടോട്ടെന്ന് പറഞ്ഞിട്ട് നാട്ടിലെ വീട്ടിലെ മനസ്സിലെങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്നതേ ഉള്ളൂ. അത് പോയി കഴിഞ്ഞാൽ പണ്ടെന്റെ ഒരു ലീഡർ പറഞ്ഞ വീട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. പുള്ളി പണ്ട് ദുബായിലായിരുന്നു. തിരിച്ചെത്തി നാട്ടിൽ Fujica സമയത്തിനോട് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. അതിലെ ഈ സോറി ഗൾഫിലൊക്കെ അവസ്ഥ എന്താണ് പുള്ളിയോട് പറഞ്ഞ വേണാണ് ഈ എയർപോർട്ടിൽ പ്രശ്നം ഉണ്ടല്ലോ, അങ്ങോട്ട് പോകാൻ വേറെ വഴിയും ഇങ്ങോട്ട് ആളുകൾ ഡിപ്പാർച്ചർ ചെയ്യുന്ന വേറെ വഴിയും അറൈവൽ വേറെ വഴിയില്ല. രണ്ടുപേരും കാണൂല. നമ്മള് വേറൊരു ടെർമിനോട് നമ്മൾ ഇറങ്ങി വരിക, കയറുന്ന ആളുകൾ വേറെ സ്ഥലം. ഇതൊന്ന് അടുപ്പിച്ച് വെച്ചാല് ഒന്ന് നിന്ന് എന്തൊക്കെയാ അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായാൽ മതി. കുറെ ആളുകൾ ലൈഫിൽ അങ്ങനെ രക്ഷപ്പെട്ടു. ട്രെൻഡ് ആളുകൾ കുറെ ജർമ്മനിക്ക് വായുന്നു, ആളുകൾ കുറെ ദുബായിക്ക് വായുന്നു. എന്താ അവിടെ നടക്കുന്ന അവസ്ഥ വരുന്നോനാച്ചാലോ പറയാനും പറ്റുന്നില്ല, പോകുന്നില്ല, ചോദിക്കാനും പറ്റുന്നില്ല. ഇതൊന്ന് മിങ്കായി കിട്ടി കഴിഞ്ഞാൽ കുറെ ആളുകൾ ലൈഫിൽ സക്സസ് ആയി പോകും. സി ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ 2016 എന്റെ 10th കംപ്ലീറ്റ് ചെയ്യുന്നത്. എനിക്ക് 9 A+, ഒരു B+.
ഞാൻ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്സിൽ മാത്രമേ A+ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അതിന് അപ്ലൈ ഇതിന് അപ്ലൈ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എത്താം അങ്ങനെ എത്താം. എനിക്ക് താല്പര്യമില്ല. നമ്മുടെ നാട്ടിൽ പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ അതിനെ വെറുതെ മറ്റൊരു രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നു. ഇവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികളൊക്കെ ഉണ്ട്. ഫിജിക്കാർഡ് ഓപ്പർച്യൂണിറ്റി ഞാൻ ചോദിക്കട്ടെ, 6 വർഷക്കാലം ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന് ഇത് ഇന്നും കേൾക്കാത്ത ആളുകളില്ലേ ഈ ഹാളിൽ? ഇന്ന് ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആളുകൾ അത് കഴിഞ്ഞിരിക്കാവോ? ഫസ്റ്റ് ടൈം കേൾക്കല്ലേ ഒരാളുകൾ? 6 വർഷക്കാലം നിങ്ങൾ ചുറ്റും ഒരു ഓപ്പർച്യൂണിറ്റി ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമോ? അവിടെ ഞാൻ പറയുന്നത് മനുഷ്യന്റെ മൈൻഡ് പവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് മാനസികമായിട്ട് വളർച്ച ഉണ്ടെങ്കിൽ, വലുതായിട്ട് എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വലുതായിട്ട് എന്തെങ്കിലും നേടിയെടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും എന്തും പോസിബിൾ ആണ്. ഡിഫറൻസ്. സോ വലിയ ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഫിജിക്കാർഡ് ഓപ്പർച്യൂണിറ്റി വൺ ആൻഡ് ഓൺലി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ ഇന്ന് ഏറ്റവും ബെസ്റ്റ് കമ്പനി വൺ ആൻഡ് ഓൺലി ഫിജിക്കാർഡ്. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയില്ല, ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് കമ്പനികളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കാം, ഏത് കമ്പനിയുടെ പ്ലാൻ എടുത്ത് കമ്പനി നോക്കാം. ഇതുപോലെ ആളുകൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻകം റൈസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ള മറ്റൊരു കോൺസെപ്റ്റ് ഇല്ല. സോ അത്രയ്ക്കും പ്രാധാന്യമുള്ള, അത്രയ്ക്കും വലുതായിട്ട് വലിയ വിഷൻസോട് കൂടിയിട്ട് മൂവ് ചെയ്യുന്ന കമ്പനിയാണ് ഫിജിക്കാർഡ്. സോ എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്? അത്ര മാത്രമല്ല ചോദ്യമുള്ളൂ. നിങ്ങൾ ഈ കേട്ട പ്ലാനിൽ ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്കൊരു 100 പോയിന്റിലുള്ള എന്ത് പ്രൊഡക്റ്റും A to Z പ്രൊഡക്ട്സ് ഫിജിക്കാർഡ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആകെ നടത്തേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്നത് മാത്രമാണ്. വേറെ ഒന്നുമില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല, ഒരു ഫണ്ടിങ്ങും ഇല്ല, ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള 100 പോയിന്റ് പ്രൊഡക്റ്റ് വാങ്ങുന്നത് മാത്രമാണ് നിങ്ങൾ കമ്പനിയിൽ ആകെ ചെയ്യേണ്ട കാര്യം. സെക്കൻഡ് വൺ, ഈ കോൺസെപ്റ്റ് നിങ്ങൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി, നിങ്ങൾ ഈ കമ്പനിയിലേക്ക് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആരാണോ അവർ പറഞ്ഞു തരും, ആ രീതിയിൽ നമ്മളെ കൂടെ കാറ്റഗറി 6 മന്ത് നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഈ ഹാളിൽ കേട്ടിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ചോളൂ. ഒരു 6 മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്ത് സംഭവിക്കാൻ പോകുന്നു? എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു? ഇന്നെങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോകും. ശരിയല്ലേ? ഇൻ കേസ് നിങ്ങൾ ഈ കോൺസെപ്റ്റ് ചൂസ് ചെയ്തു, ഫ്രണ്ട്സ് അവിടെ ചാൻസ് വരുന്നില്ല. എന്തെങ്കിലും ഒന്ന് സംഭവിക്കാതിരിക്കാം, എന്തെങ്കിലും നടന്നാലോ, നമ്മളത് ചെയ്തോ, ഒരു സ്പേസ് കിടക്കുന്നില്ല. ഞാൻ അത്ര ചിന്തിച്ചു കേട്ടോ. ഞാൻ 2019 ഈ കമ്പനി കേൾക്കുന്ന സമയത്ത് ഞാൻ അത്ര ചിന്തിച്ചുള്ളൂ. ചെയ്തു നോക്കാം, കിട്ടിയാ കിട്ടി, പോയാൽ പോയി. ഒന്നില്ലെങ്കിലും ഒരു 10 പ്രാവശ്യം മന്തി കഴിക്കാൻ തീരുന്ന പൈസയുള്ളൂ. എന്തായാലും 2 മാസം കൊണ്ട് 10 പ്രാവശ്യം മന്തി കഴിക്കല്ലോ. ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഞാൻ അത്ര തിരിച്ചു വന്നു. എന്തായാലും പോയിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചാൽ പൈസയുള്ളൂ. അതൊന്ന് മാറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്. ഇൻ കേസ് എന്റെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കിയാലോ, ഞാൻ അത്രമാത്രമാണ് ആത്മാർത്ഥം ചിന്തിച്ചുള്ളൂ. എന്റെ അച്ഛൻ അന്ന് പാസ്പോർട്ട് കൂടെ എടുപ്പിച്ചില്ല. അഥവാ ഈ കോൺസെപ്റ്റിൽ എന്തെങ്കിലും ആയില്ലെങ്കിലോ വിചാരിച്ചിട്ട് കേട്ടിടുന്നത് എന്നെ, അഥവാ ഞാൻ അറിയാണെങ്കിൽ വിസ എടുക്കാതെ വെച്ചിട്ട് ഞാൻ പാസ്പോർട്ട് എടുത്തില്ല. ആ പാസ്പോർട്ട് ഞാൻ എടുക്കുന്നത് 2.5 വർഷത്തിനാണ് ഫിജിക്കാർഡ്. എന്റെ അമ്മയുടെ കൈ നോക്കിയിട്ട്, എന്റെ അച്ഛൻ എന്തുകൊണ്ടാണ് പാസ്പോർട്ട് എടുപ്പിക്കാതെ പറഞ്ഞാൽ എന്റെ അമ്മയുടെ കൈ നോക്കിയിട്ട് പണ്ടൊരു കമ്പത്തി പറഞ്ഞിരുന്നു, മോന് വിദേശത്ത് പോയി യോഗ ഉണ്ട്. നമ്മുടെ നാട്ടിലാണ് വീട്ടിലുള്ളവരൊക്കെ ഇൻ കേസ് ഏതെങ്കിലും ജോബ് കിട്ടിയിട്ട് പുറത്തോട്ടെന്ന് വിചാരിക്കുള്ളൂ. അതായിരിക്കും നമ്മ വിചാരിച്ചിട്ടാവും. അതിനുകൊണ്ട് കൂടെ കുറെ പാസ്പോർട്ട് എടുപ്പിക്കാൻ നോക്കിയത്. പക്ഷെ അവരെ പ്രഡിക്ഷൻ വളരെ തെറ്റായിരുന്നു. ഇതിന്റെ പാസ്പോർട്ടിൽ ഞാൻ ഫിജിക്കാർഡ് കോൺസെപ്റ്റ് ചെയ്ത കാരണം കൊണ്ട് മാത്രമാണ് പാസ്പോർട്ട് എടുത്തത്. ആ പാസ്പോർട്ടും ഈ കമ്പനിയും കാരണം ഇന്ന് വിസിറ്റ് ചെയ്ത രാജ്യങ്ങൾ 5 എണ്ണം. അതൊക്കെ ഗുജറാത്തിൽ 2 വർഷം ടൂർ മാത്രം പോയതാട്ടോ. നാട്ടിൽ ഒരുപാട് ആളുകൾ പഠിച്ച എന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഡിഫറെന്റ് ആക്കിലേ കാണാറുള്ളൂ. ഡിഫറൻസ് ഞാൻ ചോദിക്കട്ടെ, ഒരു രാജ്യം നിങ്ങൾക്ക് 2 തരത്തിൽ വിസിറ്റ് ചെയ്യാം. ഒന്ന് ജോബിന് വേണ്ടിയിട്ട്, 2 കാണാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? എന്തുകൊണ്ട് ആളുകൾ ഈ 2ാമത്തെ ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യുന്നില്ല? വിസിറ്റ് ചെയ്യാൻ പോണം, കാണാൻ പോണം. ആളുകൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എപ്പോഴും നമ്മൾ ലൈഫിന്റെ മറ്റൊരു തലത്തെ കിട്ടിയിട്ട് ലോകത്ത് ഒരിക്കലും ആളുകൾ ചിന്തിക്കാറില്ല. ഈ ലോകത്ത് 95% സാധാരണക്കാരും 5% പൈസക്കാരാന്ന് പറയുന്നത്. എന്തുകൊണ്ട് 5% മാത്രം ആളുകൾ പൈസക്കാരെ എന്തും തുറന്നുകൊണ്ടിരിക്കുന്നു? 5%ത്തിലേക്ക് എത്തപ്പെടണമെന്ന് ബാക്കിയുള്ള 90% ഇന്നും ചിന്തിക്കാത്തതുകൊണ്ടാണ്. സോ ചിന്തകളെ മാറ്റിയെടുക്കുക, നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരും. അല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോൺസെപ്റ്റ് സാധിക്കും. സോ ആത്മാർത്ഥമായിട്ട് ഈ കോൺസെപ്റ്റ് ഏറ്റെടുക്കുക, വളരെ വിശ്വസിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വലിയ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് ഫിജിക്കാർഡ് എന്ന കമ്പനി വലിയ നാട്യം കുറിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് സോണി എന്ന് പറയുന്ന ബ്രാൻഡ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ജപ്പാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഓർമ്മ വരാം.
നിങ്ങൾക്ക് BMW, ബെൻസ് എന്ന് പറയുന്ന വാഹനങ്ങളെ പറ്റി കേൾക്കുമ്പോൾ ചിലപ്പോൾ ജർമ്മനി എന്ന് പറയുന്ന രാഷ്ട്രത്തിന് നിങ്ങൾക്ക് ഓർമ്മ വരാം. മെഴ്സിഡസ് ബെൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർക്കുന്ന സമയത്ത് ചിലപ്പം അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ചിലപ്പോൾ ഓർമ്മ വരാം. കൊക്കക്കോള എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുന്ന ചിലപ്പോൾ അമേരിക്ക എന്ന രാഷ്ട്രത്തെ ഓർമ്മ വരാം. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുതരാം, കുറച്ചു വർഷങ്ങൾക്ക് അപ്പുറം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഇൻഡസ്ട്രിയെ പറ്റി ലോകം ചർച്ച ചെയ്യുന്ന സമയത്ത് അന്ന് അവർക്ക് ഓർമ്മ വരുന്ന ഏറ്റവും ബെസ്റ്റ് കൺട്രി അത് ഒരേ ഒരു കമ്പനിയുടെ പേരിലേക്ക് എഴുതപ്പെടുക. ദാറ്റ്സ് കോൾഡ് fujika.com. ഇന്ത്യൻ മാർക്കറ്റിന് ഒരു കാലഘട്ടത്തിനപ്പുറം നാമകരണം ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയുടെ പേരിലാണെങ്കിൽ ആ കമ്പനിയുടെ പേര് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിപ്ലവങ്ങളും മാറ്റം കുറിച്ച ഒരുപാട് പേരുടെ ലൈഫിൽ സാമ്പത്തികപരമായ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കമ്പനിയുടെ പേര് വരും കാലഘട്ടങ്ങളിൽ അത് ഫുജിക എന്ന കമ്പനിയുടെ പേര് ചരിത്രങ്ങൾ എഴുതപ്പെടുന്ന ഒരു ദിവസം വരും. ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. മഹീന്ദ്ര എന്ന് പറയുന്ന ആ കമ്പനിയുടെ മുമ്പത്തെ CEO വിസിറ്റ് ചെയ്തിട്ടുള്ള നാടാണ് നിങ്ങളെ വയനാട്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഹീന്ദ്ര പ്രൊഡ്യൂസ് ചെയ്ത ജീപ്പുകളിൽ ഏറ്റവും കൂടുതൽ ജീപ്പുകൾ സെൽ ചെയ്തിട്ടുള്ള സ്ഥലം അന്ന് വയനാടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സെയിൽസ് എന്തുകൊണ്ട് ഇവിടെ നടന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന് മഹീന്ദ്രയുടെ CEO വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് വയനാട്. ഞാൻ മുമ്പ് ഇവിടെ വായിച്ചു കേട്ടിട്ടുണ്ട്. എനിക്കൊരു സംശയമില്ല, വരുന്ന ഒരു 2 വർഷക്കാലത്തിനപ്പുറം ഫിജിക്കാരനെ വരാൻ പോകുന്ന ഒരു CEO ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലവും വയനാടായിരിക്കും. ഏറ്റവും കൂടുതൽ ഫിജിക്കാരന്റെ കമ്പനിയിൽ പ്രൊഡ്യൂസർമാരെടുക്കാം, ഏറ്റവും കൂടുതൽ ഫിജിക്കാരന്റെ കമ്പനിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നുള്ള ഒരു തലമുറയുടെ വിസിറ്റിന് വേണ്ടിയിട്ട്, ഒരു നാടിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന കാലഘട്ടത്തിൽ ഫിജിക്കാരന്റെ കമ്പനിയുടെ CEO വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമായിട്ട് മാറാൻ പോകുന്ന എല്ലാ ധ്വനികളും ഈ മണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ മാറ്റത്തിന് അന്നാ ലിസ്റ്റിൽ ഏറ്റവും വലിയ തൂലിക നാമങ്ങളായിട്ട് അന്നാ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുകളെല്ലാം എഴുതപ്പെടട്ടെയെന്നും വലിയ സുവർണ ലിപികളാൽ ഫിജിക്കാരുടെ ചരിത്രം പറയുന്ന നാളുകളിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരും പേരുകൾ എഴുതപ്പെടട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വിഷ് യു ഓൾ സക്സസ്.